നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മളുടെ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 5 സ്റ്റോക്ക് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്ത് റിസൾട്ടാണ് ഓരോ ദിവസവും കിട്ടുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 100 ദിവസം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അത് കൃത്യമായി പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ നെറ്റ് റിസൾട്ട് ഇന്ന് എന്താണ് കിട്ടിയേക്കുന്നത്, ഒപ്പം നമ്മുടെ ജേണൽ നമ്മൾ ഒന്ന് നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ കാണുന്ന പ്രൈസ് ആക്ഷൻ, സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ നമ്മൾ ചാർട്ടിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് മുതലായ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് നമ്മളങ്ങനെ റെഗുലറായിട്ട് ചോദിക്കാറില്ലാത്തതാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഒന്ന് ഇടണമെന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇനി എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ഇല്ലെങ്കിൽ അറിയേണ്ട കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അത് കമൻറ്റിൽ ഒരുപക്ഷെ റിപ്ലൈ തരാം. അതല്ല എങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അതിനുള്ള റിപ്ലൈയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നിഫ്റ്റി 50യുടെ ഇന്നത്തെ മൂവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോ ടു ഹൈ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 1.45% ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. 357 പോയിൻ്റ് നല്ലൊരു മാർക്കറ്റായിരുന്നു. ഓക്കെ, ഇനി ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്ന് താഴെ വന്ന് ഹിറ്റ് ചെയ്തു, തിരിച്ച് മുകളിലത്തൊരു പോയിന്റിൽ പോയി ഹിറ്റ് ചെയ്തു, വീണ്ടും തിരിച്ച് താഴത്തെ ഒരു സപ്പോർട്ട് ഹിറ്റ് ചെയ്തു, അത് മിഡിൽ പോയിന്റിൽ വന്നിട്ട് ക്ലോസ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഏത് സൈഡിലേക്കും റിവേഴ്സൽ എൻട്രീസ് എടുക്കുന്ന ആൾക്കാർക്ക് പർട്ടിക്കുലർ സ്റ്റോക്കുകളിൽ നല്ല ലാഭം കിട്ടാവുന്നൊരു ദിവസമായിരുന്നു എന്നതാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇനി നമ്മൾ ഇന്ന് ചെയ്ത ONGCയിലാണ് ട്രേഡ് എടുത്തത്. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് പോലെയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ മാർക്കറ്റിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത് 9:20 ശേഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു ബൈ പ്ലേസ് ചെയ്തു. ഒപ്പം തന്നെ ഇത് റിവേഴ്സ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് ഇനി താഴത്തേക്ക് വരുന്നതെങ്കിൽ സെല്ല് ചെയ്യണം നമുക്ക്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു സെൽ ഓർഡറും പ്ലേസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ഈ ടൈമിൽ 9:55 കൂടി താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ബൈ ഓർഡർ ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഓർഡർ ഇട്ട സ്ക്രീനും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. നമ്മളിവിടെ ബൈ ഓർഡർ ഇട്ടത് ഇവിടെ കാണാം 9:58 അത് നമുക്ക് എൻട്രി ആയി. അറ്റ് ദ സെയിം ടൈം നമ്മൾ എഗൻസ്റ്റ് ഇട്ടച്ച ഓർഡർ സെൽ ഓർഡർ മുകളിൽ ഇട്ടിരുന്നു. നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഏകദേശം 175 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്തത്. അത് 245.33 അതായത് നമ്മൾ ഈ കാണുന്ന പ്രൈസ് പോയിൻറ്റിൽ ഈ ഒരു റെസിസ്റ്റൻസ് പോയിൻറ്റിൽ 245.33 അവിടെയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നത്. അപ്പോൾ താഴത്തെ ബൈ കിട്ടിയത് കൊണ്ട് മുകളിലത്തെ നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നീട് നമ്മുടെ ടാർഗറ്റ് നമുക്കിവിടെ കാണാം. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് വൺസ് നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി. ഇവിടെ നിങ്ങൾക്ക് കാണാം 245 രൂപ 94 പൈസയാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അതതിൻ്റെ അടുത്ത് വരെ എത്തിയത് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻഡലിൻ്റെ ഹൈ ആണ്. അതായത് 245.90 വരെ എത്തി. 4 പൈസയുടെ വ്യത്യാസത്തിൽ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റായില്ല. അങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് മുകളിലേക്ക് കയറ്റി വെച്ചു. അത് ഏകദേശം നമുക്കിവിടെ കാണാം സെല്ല് ചെയ്ത് പോയത് 1:49 അതായത് 2 മണിയോടടുപ്പിച്ചാണ് 244.50 പൈസയിൽ അതങ്ങ് ഫില്ലായി സെല്ല് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്നീ കാണുന്ന പോലെ ഒരു 173 രൂപയുടെ പ്രോഫിറ്റാണ് കിട്ടിയത്. ആക്ച്വലി ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ 420 രൂപയോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. എത്ര രൂപ എന്നുള്ളതല്ല, നമുക്കിവിടെ പെർസെൻറ്റേജിൽ കണക്കൂട്ടിയാൽ മതി. 1% പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസ് 0.5%. അപ്പോൾ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് ഇന്ന് മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ റിവേഴ്സൽ ട്രേഡിംഗ് മെത്തേഡ് കൃത്യമായി ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 പൈസയ്ക്കും നമുക്ക് ടാർഗറ്റ് ഹിറ്റാവാതിരിക്കാം, 1 പൈസയ്ക്കും ഹിറ്റാവാതിരിക്കാം എന്നതൊക്കെയും നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുവാണ്. ഇത്ര തൊട്ടടുത്ത് വന്നിട്ടുമൊക്കെ മാർക്കറ്റ് തിരിഞ്ഞു പോകാം. ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ നമ്മുടെ അച്ചടക്കം കൈവിടാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളിവിടെ ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ എൻട്രി പ്ലേസ് ചെയ്യണമായിരുന്നു. നമ്മളിവിടെ ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിരുന്നു. ഇവിടെ നമ്മൾ സെൽ ഓർഡറും പ്ലേസ് ചെയ്ത് വെച്ചിരുന്നു. ഇത് എൻട്രി കിട്ടിയപ്പോൾ മുകളിൽ ഇട്ടേച്ച ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്തു. അതിന് ശേഷം ടാർഗറ്റിലേക്ക് മാർക്കറ്റ് തൊട്ടടുത്ത് വരെ എത്തി. പിന്നെ തിരിച്ചു പോയിരുന്നു.
അത് 2-3 തവണ നമുക്കിവിടെ കാണാം. ഇവിടെ ഫസ്റ്റ് ടാർഗറ്റിൻ്റെ തൊട്ടടുത്തെത്തി, വീണ്ടും ഇവിടെ എത്തി, എന്നിട്ടും തിരിച്ചു പോന്നിട്ട് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തപ്പോഴാണ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസിനെ കയറ്റി മുകളിലേക്ക് ടാർഗറ്റ് ചെയ്ത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് അതിവിടെ ഹിറ്റ് ചെയ്തു. കാരണം നമുക്കിവിടെ കാണാം, ഇവിടെ നമ്മൾ എക്സിറ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ എൻട്രി പോയിൻ്റ് തൊട്ടടുത്ത് വരെ വന്നിട്ടാണ് പിന്നെ മാർക്കറ്റ് തിരിച്ചു വന്നേക്കുന്നത്. പക്ഷേ ഇത് തിരിച്ചു വന്നില്ല എന്ന് പോലും ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ 2-3 തവണ ശ്രമിച്ചിട്ടും മാർക്കറ്റിനത് നമ്മുടെ ടാർഗറ്റ് തരാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ട്രയൽ ചെയ്യാമെന്ന് വെച്ചതാണ്. ആക്ച്വലി നമ്മൾ ട്രയൽ ചെയ്യാറില്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ ഇന്നങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റുള്ള സ്റ്റോക്കുകളിൽ ഇന്ന് എന്താണ് സംഭവിച്ചേക്കുന്നതെന്നും കൂടെ നോക്കാം. വിപ്രോ നമ്മുടെ സ്റ്റോക്കിൽ സംഭവിച്ച സെയിം ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെയും കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇന്നത്തെ മൂവ് കൊടുത്തേക്കുന്നത് 1.2% മൂവാണ്. അതുകൊണ്ട് തന്നെ 1:2 റിസ്ക് റിവാർഡ് ഇതിനകത്ത് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോരുന്നു. ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ 0.6% ഉള്ളൂ. അതായത് പിന്നീട് മാർക്കറ്റ് പോയേക്കുന്ന ഹൈ വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 0.8 കിട്ടുന്നുള്ളൂ. 1:2 റിസ്ക് റിവാർഡ് അവിടെ കിട്ടില്ല. എന്നിരുന്നാൽ പോലും 0.5% സ്റ്റോപ്പ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നുമില്ല. അത് ക്ലോസിംഗ് തന്നേക്കുന്ന എൻട്രി പോയിന്റിൽ തന്നെയാണ്. സോ ദാറ്റ് നമുക്കിവിടെ ലോസ് കിട്ടിയിട്ടില്ല. ബ്രേക്ക് ഈവനിൽ ഒരു എക്സിറ്റ് അല്ലെങ്കിൽ 1:1 ഒരു എക്സിറ്റാണ് അതിനകത്ത് കിട്ടാവുന്നത്. സോ ഇപ്പോൾ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അതിലും അത്യാവശ്യം നന്നായി വർക്ക് ചെയ്തു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം, ലോസ് വരാത്തതുകൊണ്ട്. പിന്നെ മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു നമ്മൾ കണ്ടു. അത് തന്നെയാണ് എല്ലാത്തിലും കാണുന്നത്. ഇനി ഈ ഒരു സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോന്നു. എന്നാൽ നമുക്ക് താഴത്തെ ബൈ ഓർഡർ ട്രിഗർ ആവില്ല. ഇവിടെയായിരിക്കും നമ്മൾ ബൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മൂവ് നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 1.85 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാത്ത കൊണ്ട് തന്നെ നമ്മൾ മുകളിൽ ഇട്ടേക്കുന്ന സെൽ ഓർഡർ ആയിരിക്കും അവിടെ ട്രിഗർ ആകുക. അവിടെ സെൽ ഓർഡർ ട്രിഗർ ആയാൽ സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. 0.5% എഗൻസ്റ്റ് പോയിട്ടില്ല. ഇനി താഴത്തേക്ക് 1% പോകുന്നുണ്ടോ? യെസ്. അവിടെ അത് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ 1% ടാർഗറ്റ് അവിടുന്ന് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്തും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ദാറ്റ് മീൻസ് ഈ കണ്ട 3 എണ്ണത്തിനകത്ത് നമുക്കിപ്പോൾ ലോസ് ഹിറ്റായിട്ടില്ല. ഇനി BPCയിൽ നോക്കിക്കഴിഞ്ഞാൽ BPCയിൽ അത്യാവശ്യം നല്ല മൂവ് കൊടുത്ത പോലെയാണ് കാണുന്നത്. ഇതിൻ്റെ ടോട്ടൽ മൂവ് എത്രയായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ 2.36% മൂവ് അത് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടെ നല്ലൊരു നമ്മളീ പറയുന്ന അനുസരിച്ച് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ബൈ ഓർഡർ ഇട്ടാൽ അത് നേരെ വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ പോലും അത് 1% പോകുന്നില്ല. സോ ദാറ്റ് ഈ ഒരു സ്റ്റോക്കിൽ എന്തായാലും നമ്മൾ എവിടെ എടുത്താലും നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും എന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 4 എണ്ണം നോക്കിയതിനകത്ത് ഒരു ലോസും ബാക്കിയെല്ലാം ന്യൂട്രലോ അല്ലെങ്കിൽ പോസിറ്റീവോ ആയിട്ട് ക്ലോസിങ് തന്നു. ഇനി NTPC നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാവുന്നത് പോലെ നല്ലൊരു മൂവാണ്. അത് 1 സൈഡഡ് മൂവാണ്. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ വെച്ചേക്കുന്ന 2.32% ആണ്. ഇതിവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോരുമ്പോൾ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവിടെയാണ് എൻട്രി എടുക്കാവുന്നത്. പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. അതിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് തന്നെ കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ഒരു സപ്പോർട്ട് ലൈൻ മാർക്ക് ചെയ്തിരുന്നു. ഇനി ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം സ്ക്രീനിന് മുന്നിൽ വന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ നിന്നാണ് എൻട്രി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഡോട്ടഡ് ലൈൻസ് ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 1:2 അച്ചീവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ ദിവസം നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരെണ്ണം മാത്രമേ 1:2 മൂവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒന്നും 1:2 ടച്ച് ചെയ്തിട്ടില്ല. എനിവേ ലോസിലേക്ക് പോകുന്നില്ല എന്നതും അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന റിസൾട്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കിൻ്റെ ഈ മാസത്തെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം ഇതുവരെ നമ്മൾ 9 ദിവസം പ്രോഫിറ്റും 8 ദിവസം ലോസുമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മുടെ നെറ്റ് വിൻ റേഷ്യോ 53% ഉയർന്നിട്ടുണ്ട്. നമ്മളുടെ ഈ മാസത്തെ പ്രോഫിറ്റ് 23% ആണ്. ഈ വർഷം ഇതുവരെ നമ്മൾ മൊത്തം ചെയ്തേക്കുന്നത് 25 ദിവസത്തെ ട്രേഡാണ്. അതിനകത്ത് 11 പ്രോഫിറ്റും 14 ലോസും, അങ്ങനെ 44% വിൻ റേഷ്യോ ആണ്. മനസ്സിലാക്കുക, ഒരു മാസം നമ്മൾ 40% വിൻ റേഷ്യോ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏകദേശം ഒരു 10% നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടാകും. 40% ആണ് വിൻ റേഷ്യോ എങ്കിൽ.
അത് 50% ആയിക്കഴിഞ്ഞാൽ നമുക്ക് 25% പ്രോഫിറ്റ് കിട്ടേണ്ടതാണ്. ഇവിടെ അത് 23 ആയി കുറയാനുള്ള കാരണം ഇന്നലെയാണെങ്കിൽ നമ്മളെടുത്ത സ്റ്റോക്ക് 1%-ൻ്റെ മൂവ് ടോട്ടലി തന്നില്ല, ചേഞ്ച് തന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടാർഗറ്റ് അത് ഹിറ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രോഫിറ്റിൽ നമ്മളെടുത്തു ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നാണെങ്കിലും ടാർഗറ്റ് ഹിറ്റായില്ല എന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രോഫിറ്റിൽ ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഈ 2 ദിവസവും കൃത്യമായിരുന്നു എങ്കിൽ ഇവിടെ നമുക്ക് 25% എബോ പ്രോഫിറ്റ് കയറേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ എനിവേ നമ്മളുടെ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി പ്ലസ് നമ്മൾ ജേണൽ എഴുതുന്നത്, ഒപ്പം തന്നെ ഒരു ട്രേഡേ ഒരു ദിവസം എടുക്കൂ എന്ന് നമ്മൾ വാശി പിടിക്കുന്നതും നെറ്റ് എഫക്റ്റ് നമുക്ക് നല്ല ഗുണപ്പെടുന്നുണ്ട് എന്നതാണ് നമ്മുടെ ജേണലിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന ലൈൻസ് നിങ്ങളിവിടെ കാണുന്നുണ്ട്, ഇതെങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. അത് കൃത്യമായി മാർക്ക് ചെയ്താലാണ് അതിനനുസരിച്ച് നമുക്ക് ട്രേഡുകൾ എടുക്കാൻ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചത് ഇന്ന് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിനി നാളത്തേക്ക് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എവിടെ ഇത് മാർക്ക് ചെയ്യും? അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു ലൈൻ നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. എന്നിട്ട് ഫ്രഷായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇത് എവിടെ നമ്മൾ ഒരു വലിയ മൂവ് വന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ വലിയ മൂവ് വന്ന സ്ഥലത്ത് നമ്മൾ ഒന്നുകിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് വരച്ച് വയ്ക്കും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന ഒരു വലിയ മൂവ് ഇന്നത്തേത് ഈ ഡൗൺ സൈഡാണ്. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് മുകളിൽ നമുക്കൊരു റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അതിൻ്റെ താഴത്തൊരു സപ്പോർട്ട് കണ്ടുപിടിക്കണം. ഇത്രയും മിനിമം കിട്ടിയാൽ നാളത്തേക്കുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് വലിയൊരു ഫോൾ താഴത്തേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡലിൻ്റെ ലാസ്റ്റ് ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങിൻ്റെ ബ്രേക്ക് ചെയ്തിട്ടാണ് താഴത്തേക്ക് പോയേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്കൊരു കാര്യം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ താഴത്തേക്ക് പോയി ഇവിടെ സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരികെ വന്ന് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ അത് റെസിസ്റ്റൻസായി മാറിയിട്ടുണ്ട്. സോ ദാറ്റ് ഈ ഒരു ബിഗ് മൂവിൻ്റെ ഈ ഒരു ഏരിയ ഓർഡർ ബ്ലോക്കായിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ കൺസിഡർ ചെയ്യുന്നു എന്ന് വേണേൽ നമുക്ക് കരുതാം. അപ്പോൾ അത് അങ്ങനെയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു മാർഗ്ഗമുണ്ട്. അതിതാണ് നമ്മൾ ചെയ്യുന്ന ഹൊറിസോണ്ടൽ വോളിയമാണിത്. ഹൊറിസോണ്ടൽ വോളിയം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേര് പറയുന്നത് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്നാണ്. അതായത് നമുക്കറിയാം ഇതൊരു ലേലം വിളിയാണ്. അപ്പോൾ വാങ്ങിക്കാനുള്ള ആൾ ഒരു പ്രൈസ് പറഞ്ഞേക്കുന്നത് അതിന് വിലപേശലാണല്ലോ ഇവിടെ നടക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവും, ഒപ്പം തന്നെ കൂടിയ വിലയ്ക്ക് വിൽക്കാനും ആൾക്കാരുണ്ടാവും. അപ്പോൾ എവിടെയാണോ കൂടുതൽ മാർക്കറ്റ് ഓർഡേഴ്സ് ഹിറ്റായിട്ടുള്ളത് ആ ഏരിയയിലാണ് കൂടുതൽ ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വിസിബിൾ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ക്യാൻഡലുകൾ മാത്രം കണ്ടാൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ നല്ല റെസിസ്റ്റൻസ് ആണ്. 120K സെല്ലേഴ്സ് ഉണ്ട്, 70K അതായത് പകുതിയിൽ താഴെ മാത്രം ആണ് ഇവിടെ ബയ്യേഴ്സ് ഉള്ളൂ. സോ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണ്. ഇനി ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 226ഉം 215ഉം ഒപ്പത്തിനൊപ്പം ബയ്യേഴ്സും സെല്ലേഴ്സും ഉണ്ട്. ഇവിടെയാണെങ്കിലുണ്ട് 152ഉം 103ഉം 50Kയുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ഏകദേശം പകുതിയുടെ അടുത്തൊരു വ്യത്യാസം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു. സോ ഇതൊരു നല്ല റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ നാളത്തേക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആയിട്ട് നമുക്ക് തോന്നുന്നു. നിങ്ങൾ ഇത് സ്വന്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മാർക്ക് ചെയ്ത് സ്വന്തമായി മാർക്ക് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുക. ഇത് കണ്ടിട്ട് നാളെ പോയിട്ട് ഈ രീതിയിൽ വരച്ചിരുന്നിട്ട് നിങ്ങൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് കിട്ടുമോ ലോസ് കിട്ടുമോ എന്ന് നമുക്കറിയാൻ പാടില്ല. നമ്മൾ ഏത് മനുഷ്യനും ചെയ്യുമ്പോൾ അതിനകത്ത് തെറ്റുണ്ടാകും. നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇത് ചെയ്ത് പഠിക്കുക. പല ദിവസങ്ങളിൽ മാർക്കറ്റുകളിൽ നിങ്ങളിത് അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും, വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇതിനകത്ത് എങ്ങനെ ആഡ് ചെയ്യാം, അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തന്നേക്കാം. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം കൂടെ ഇവിടെ വരും. ഇതിനകത്ത് നമ്മൾ ഇവിടെ കാണാം വോളിയം പ്രൊഫൈൽ വിസിബിൾ റേഞ്ച്. ഇങ്ങനെ ഇത് നമ്മൾ സ്റ്റാർ ഇട്ട് അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന കൊണ്ട് ഇത് കാണുന്നതാണ്. അങ്ങനെ ഇട്ടിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഇത് തുടക്കത്തിൽ കാണിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെർച്ച് ബാറിനകത്ത് ഇവിടെ നിങ്ങൾ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് എൻട്രി ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്തെടുക്കണം ഇതിനെ. അപ്പോൾ ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഇതിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതിന് നിങ്ങളിങ്ങോട്ട് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിപ്പോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹൈഡും അതേപോലെ വിസിബിളും ആക്കാം. അങ്ങനെ ഇതിനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുള്ളത്
അത് തന്നെ ബൈയിങ് ആക്ടിവിറ്റിയാണോ കൂടുതൽ നടന്നിട്ടുള്ളത്, സെല്ലിംഗ് ആക്ടിവിറ്റിയാണോ? ഇവിടെ നമ്മൾ കണ്ടു സെല്ലിംഗ് ആക്ടിവിറ്റിയാണ് ഇന്നത്തെ ദിവസം ഇവിടെ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. സെല്ലിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഓർഡേഴ്സാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് സെല്ല് ചെയ്ത് പോകുമ്പോഴും എഗൻസ്റ്റ് ഒരു ബയ്യർ ഉള്ളപ്പോഴാണല്ലോ അത് സെല്ല് ചെയ്ത് പോകുന്നത്. അപ്പോൾ പിന്നെ ബയ്യർ അല്ലേ കൂടുതൽ, സെല്ലർ അല്ലേ കൂടുതൽ എന്ന് ചോദിച്ചാൽ രണ്ടും തുല്യമല്ലേ എന്നൊരു ചോദ്യവും കൂടെ വരും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് പ്രൈസിൽ അവിടെ കൂടുതൽ ബയ്യിങ് ആണോ സെല്ലിംഗ് ആണോ നടന്നത്. അപ്പോൾ ആ പ്രൈസിൽ കൂടുതൽ അഗ്രഷൻ കാണിച്ചിട്ടുള്ള സെല്ലേഴ്സാണ് നമ്മൾ കണ്ട ആ വോളിയം എന്ന് പറയുന്ന സെല്ലേഴ്സിൻ്റെതാകുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ലപോലെ നല്ല കോൺഫിഡൻസോടുകൂടെ സെല്ലിങ് ആൾക്കാർ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് നാളത്തേക്ക് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സപ്പോർട്ടും കൂടെ ഒരെണ്ണം വേണം. അപ്പോൾ സപ്പോർട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു വലിയ മൂവാണ് നടത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ടത് ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നതൊക്കെയാണ്. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർലി ചെക്ക് ചെയ്യാറുള്ളത്, ഇപ്പോൾ ഒരു സപ്പോർട്ടാണ് ഇത് മാർക്ക് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഹ്യൂജ് മൂവാണ് ഇവിടെ നടത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കാം. അങ്ങനെ ആവണമെങ്കിൽ തിരികെ വന്ന് ഇത് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്ത സമയത്ത് ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകുന്നുണ്ടോ അതോ തിരിച്ച് ബൗൺസ് ചെയ്യുന്നുണ്ടോ. ഇനി താഴത്തേക്ക് പോയാൽ തന്നെ അത് 0.5% താഴത്തേക്ക് മൂവ് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമുക്ക് നല്ലതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 0.5% എന്ന് പറയുമ്പോൾ ഇത്രയും വരും. അപ്പോൾ അതിൻ്റെ പകുതി പോലും മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഇതൊരു നല്ല സപ്പോർട്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് ബൗൺസ് ചെയ്തേക്കുന്നത്. കാരണം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കായി മനസ്സിലാക്കിയ ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ബൈ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അവിടെ എന്ത് ആക്ടിവിറ്റിയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. നമുക്ക് താഴത്തേക്കൊന്ന് ഇതിനെ എൻലാർജ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഹ്യൂജ് മൂവ് നടത്തി 358 ബൈ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനി ഈ സെല്ലേഴ്സ് എല്ലാം കൂടെ ഇവിടെ വന്ന് തിരിച്ച് കയറിപ്പോയതും എല്ലാം കൂടെ ഇവിടെ 358 ബൈയിങ് 315 സെല്ലേഴ്സേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കൂടി നിൽക്കുന്നത് ബൈയിങ് ആക്ടിവിറ്റിയാണ് നമുക്കിവിടെ കാണാം. ഇനി ഇവിടെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന 400-നടുത്ത് 376, ഇവിടെ 292. ഇവിടെ 292 എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പിന്നീട് വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ, അതായത് വൺസ് ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയിട്ട് തിരിച്ചിവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ആ ലെവലിലേക്ക് ഇറങ്ങി വരുന്നില്ല മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ താഴത്തേക്കുള്ള ഭാഗം നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലെവൽ, ഈ ഒരു ബിഗ് മൂവിൻ്റെ സ്റ്റാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴത്ത് നമുക്കിവിടെ നല്ല സപ്പോർട്ടാണ് കിട്ടിയേക്കുന്നത്. സോ ദാറ്റ് നാളെ ഇവിടെ വരുമ്പോൾ ബയ്യേഴ്സ് ആക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അവിടെ നല്ല ബൈയിങ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് ഇത് നമ്മൾ വരയ്ക്കും. അതിന് ശേഷം ഒരു കൺഫർമേഷനും കൂടെ കിട്ടാൻ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനായിട്ട് ഈ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലും കൂടെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാക്സിമം മാർക്കറ്റിൽ അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. ഇപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ കുറച്ച് ദിവസങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തി താഴത്തേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്കിനി അടയാളപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിന്ന് അടയാളപ്പെടുത്തുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇത്രയും ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും സിംപിളി വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. കൂടുതൽ ഇതിനെപ്പറ്റി വീഡിയോ നമ്മൾ കാണിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ആവശ്യപ്പെട്ടാൽ മതി. ഒരു വീഡിയോ സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെപ്പറ്റി കുറച്ചും കൂടെ വിശദമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോഴേക്കും നന്ദി. താങ്ക് യു.